ഹായ് ഗായ്സ്, വെൽക്കം ടു ചാനൽ കുട്ടി ചട്ടമ്പീസ്. ഇന്നൊരു അമ്പലത്തിന്റെ വിശേഷമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. കൊല്ലം ജില്ലയിലെ ചവറയ്ക്കടുത്തുള്ള പൊന്മന എന്ന് പറയുന്ന സ്ഥലത്താണ് കാട്ടിൻ മേക്കതിൽ എന്ന് പറയുന്ന അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ അമ്പലം അറബിക്കടലിനും ടി.എസ് കനാലിനും ഇടയ്ക്കൊരു ഐലൻഡ് പോലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അമ്പലത്തിന്റെ അടുത്തോട്ട് പോകാൻ നമുക്ക് ബോട്ട് സർവീസും ഉണ്ട്, വള്ളവും ഉണ്ട്. രണ്ടും ഫ്രീ ആണ്. ഈ അമ്പലത്തിലേക്ക് പോകാൻ വേറൊരു റോഡുണ്ട്. നമ്മൾ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് ബോട്ടിലും തിരിച്ച് വള്ളത്തിലുമാണ് വന്നത്. ഈ അമ്പലത്തിൽ കുറെ അത്ഭുതങ്ങളുണ്ട്. 2004 സുനാമി വന്നപ്പോൾ ഈ അമ്പലത്തിന്റെ ചുറ്റുമുള്ള എല്ലാം നശിച്ചു. പക്ഷെ അമ്പലത്തിന് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. അതിനുശേഷമാണ് ഈ അമ്പലം കുറെ ഫേമസ് ആവുന്നത്. നമ്മൾ ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചു നേരം കടൽ മണ്ണിൽ കൂടി നടക്കണം. ഈ മണ്ണില് ചെരുപ്പിടാണ്ട് നടക്കുമ്പോ എന്തൊരു സുഖമാണെന്നറിയാവോ. ഇവിടത്തെ പ്രതിഷ്ഠ ഉഗ്രരൂപിണിയായ ഭദ്രകാളി അമ്മയാണ്. ഇവിടത്തെ വിശ്വാസം അമ്മ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരുമെന്നാണ്. ഈ അമ്പലത്തിലെ മെയിൻ ആചാരം മണിചാർത്തലാണ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ മണിചാർത്തലിനുള്ള രസീത് എഴുതിച്ച് അമ്പലത്തിന്റെ അകത്ത് പോയി തൊഴുതതിനു ശേഷം പുറത്തു വരുമ്പോ പ്രസാദ കൗണ്ടറിൽ നിന്ന് നമുക്ക് പ്രസാദവും കെട്ടാനുള്ള മണിയും കിട്ടും. ആ മണിയുമായി അമ്പലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആൽമരത്തിന്റെ ചുവട്ടിൽ 7 വലം വെച്ച് ദേവിയോട് പ്രാർത്ഥിച്ച് ആഗ്രഹങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ അതിൽ മണി കെട്ടും. അമ്മ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരും. അവിടെ ഒരുപാട് പേര് വന്ന് മണി കെട്ടി അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ അമ്പലത്തിൽ അന്നദാനം കൊടുക്കും. നമ്മൾ ചെന്നപ്പോ ഇവിടെ കഞ്ഞിയും പയറുമായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ അതിനെക്കാട്ടിലും വലിയൊരു അത്ഭുതമുണ്ട്, വിശ്വസിക്കാൻ പോലും പറ്റാത്ത. പക്ഷെ സത്യമാണ് അതെല്ലാം. അമ്പലത്തിൽ നിന്നും 10 മീറ്റർ ദൂരം മാത്രമേ കടലിനുള്ളൂ. എന്നിട്ടും അമ്പലത്തിന് ചുറ്റും 5 ശുദ്ധജല കിണറുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അമ്പലത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അന്നദാനവും കഴിഞ്ഞ് ഇങ്ങനെ നടന്നു പൊക്കോണ്ടിരുന്നപ്പം എല്ലാ കടകളും തുറന്നിരുന്നു. അവിടെ നിന്ന് നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങി തിരിച്ചു വന്നത് വള്ളത്തിലാണ്. ബോട്ടിൽ ഞാൻ മുമ്പ് കയറിയിട്ടുണ്ട്, പക്ഷെ വള്ളത്തിൽ ഞാൻ ഇത് ആദ്യമായിട്ടാണ്. വെള്ളത്തിൽ കയറുമ്പോൾ ചെറുതായിട്ട് ഒരു ആട്ടമൊക്കെ ഉണ്ടാവും, പക്ഷെ ഒന്നും പേടിക്കാനൊന്നുമില്ല. നമ്മൾ സേഫ് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് കമന്റ് ഇടണം. അടുത്ത